നമ്മൾ ഫ്രാക്ഷൻ ആൻഡ് പെർസെൻറ്റേജ് എന്നുള്ള ഭാഗമാണ്. സിക്സ്ത് സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 146 ചോദ്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. There are 750 children in a school and 450 of them are girls. What is the percent of girls? ഒരു സ്കൂളിൽ ആകെ 750 കുട്ടികളുണ്ട്. അതിൽ പെൺകുട്ടികളുടെ എണ്ണം 450 ആണ് എങ്കിൽ പെൺകുട്ടികൾ എത്ര പെർസെൻറ്റേജ് ആണ്? ആകെ ഉള്ള കുട്ടികളുടെ എണ്ണത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് പെൺകുട്ടികളുടെ എണ്ണം? 450 divided by 750 parts are girls. Then its percentage is equal to 450 divided by 750 into 100. പെർസെൻറ്റേജ് എടുക്കുമ്പോൾ ഇൻറ്റു 100 ചെയ്താൽ മതിയോ? ഇതായി 0 കട്ടായി. ദെൻ നമ്മൾ 15ൻ്റെ ടേബിളിൽ ചൊല്ലിയാൽ 15 3 45, 15 5 75. സോ 3/5 into 100 എന്ന് വരും. 5ഉം 100 കട്ട് ചെയ്യാലോ. 20 into 5 ആണ് 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 into 3 60 എന്ന് വരും. അപ്പോൾ 60% ആണ് ആകെയുള്ള കുട്ടികളിൽ. പെൺകുട്ടികളുടെ എണ്ണം 60%. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. റാഫി ഏൺസ് 20,000 rupees a month and he spends 6,400 rupees from this on food. What percentage of his earnings is this? റാഫിയുടെ ആകെ ഒരു മാസത്തിലെ സമ്പാദ്യം എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അതിൽ അവൻ ഫുഡ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 6,400 രൂപ മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ ചിലവാക്കുന്നു. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഹിസ് ഏർണിങ്സ് ദിസ്? അത് ആകെ സമ്പാദ്യത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് അയാൾ ഫുഡിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നതെന്നാണ് ചോദ്യം. He spent 6,400 by 20,000 part for food. Its percentage is equal to 6,400 divided by 20,000 into 100. കട്ട് ചെയ്തു, ഇത് രണ്ടും കട്ട് ചെയ്തു. സോ 64/2 32%. Then the third question. Jamila's salary was 20,000 rupees last month and 21,000 rupees this month. By what percent has the salary increased? കഴിഞ്ഞ മാസം ജമീലയുടെ സാലറി 20,000 രൂപയായിരുന്നു. ഈ മാസം അത് 21 രൂപ 21,000 റുപ്പീസായി എങ്കിൽ ബൈ വാട്ട് പെർസെൻറ്റ് ഹാസ് എ സാലറി ഇൻക്രീസ്? എത്ര പെർസെൻറ്റേജ് ആണ് സാലറി ഇൻക്രീസ് ചെയ്തത്? ലാസ്റ്റ് മന്ത് സാലറി 20,000, ദിസ് മന്ത് സാലറി 21,000. ഇപ്പോൾ ഇൻക്രീസ് ഇൻ സാലറി ഈക്വൽ ടു 21,000 മൈനസ് 20,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,000 റുപ്പീസ് അല്ലേ? കൂടിയ ശമ്പളം 20,000 നിന്ന് 21,000 ആണ് കൂടിയതെങ്കിൽ ഇൻക്രീസ് ഇൻ സാലറി എന്ന് പറയുന്നത് 1,000 റുപ്പീസ്. 1,000 by 20,000 പാർട്ട് ഇൻക്രീസ്ഡ്. സോ ഇറ്റ്സ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 1,000 divided by 20,000 into 100. കട്ട് ചെയ്തു. ബാക്കി എത്ര വരും? 5%. ഓക്കെ, അവൻ്റെ സാലറി ഇൻക്രീസ് ചെയ്തത് 5%. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓഫ് 600 gram of sugar 500 grams ഈസ് യൂസ്ഡ് അപ്പ്. വാട്ട് പെർസെൻറ്റേജ് ഈസ് ലെഫ്റ്റ്? 600 ഗ്രാം ഷുഗർ ഉണ്ടായിരുന്നു, അതിൽ 500 ഗ്രാം നമ്മൾ ഉപയോഗിച്ചു എങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് ബാക്കിയുള്ളത്? ബാക്കി മിച്ചം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഷുഗറിൻ്റെ അളവ് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദ്യം. ഷുഗർ ലെഫ്റ്റ് ഈക്വൽ ടു 100 minus 500. That is equal to 100 gram. Then 100 by 600 part left. അല്ലേ? സംശയമൊന്നുമില്ല, അത്രയാണ് ബാക്കിയുള്ളത്. ഇനി അത് എത്ര പെർസെൻറ്റേജ് എന്ന് കണ്ടുപിടിക്കാൻ ഇറ്റ്സ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 100 divided by 600
ഇൻറ്റു 100. സോ ഇത് രണ്ടും കട്ടായി. 100/6 ആണ് ബാക്കി ആൻസർ നിൽക്കുന്നത്. 100/6 നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. 100/6 is equal to 4 to 1 times അല്ലേ. 1 6s are 6, റിമൈൻഡർ 4. 40ക്കകത്ത് 6 6 are 36, റിമൈൻഡർ 4 വന്നു. നമുക്ക് വേണമെങ്കിൽ മിക്സർ ഫ്രാക്ഷനൊക്കെ എഴുതാവേ. 16 4/6%. 4/6നെ കൂടെ വേണം മാറ്റാം. 16 2/3% ആണ് ബാക്കിയുള്ള ഷുഗറിൻ്റെ അളവ് പെർസെൻറ്റേജിലേക്ക് എഴുതുമ്പോൾ. 16 2/3%. അടുത്തത് 5th question. The sides of a square are increased by 10% to make a larger square. By what percentage is the area increased? ഒരു സ്ക്വയറിൻ്റെ ഒരു വശം 10%, ഒരു വശം എന്നല്ല എല്ലാ വശങ്ങളും 10% ഇൻക്രീസ് ചെയ്ത് ഒരു വലിയ ഒരു സ്ക്വയർ നമ്മൾ നിർമ്മിച്ചു. ബൈ വാട്ട് പെർസെൻറ്റേജ് ഇസ് ഏരിയ ഇൻക്രീസ്? അങ്ങനെയാണെങ്കിൽ പഴയതിൻ്റെ ഏരിയയിൽ നിന്നും എത്ര പെർസെൻറ്റേജ് കൂടുതലായിട്ടുണ്ടാവും പുതിയ സ്ക്വയറിൻ്റെ ഏരിയ? നമുക്ക് സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത്ത് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ലെറ്റ് എടുക്കുന്നു. ലെറ്റ് ദ സൈഡ്സ് ഓഫ് സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് സ്ക്വയർ ബി 100 cm. ഒരു സ്ക്വയറിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് നമ്മൾ 100 cm എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയ ഈക്വൽ ടു എന്താ? ഏരിയ ഈക്വൽ ടു 100 × 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000 square centimeter. ഇനിയത്തെ ചോദ്യം 10% of 100, അത് 10% കൂടി എന്നല്ലേ പറഞ്ഞു. അപ്പോൾ നോക്കാം. 100ൻ്റെ 10% ഓഫ് 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 10/100 × 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ് കൂടുന്നത്. അപ്പം 10 വെച്ച് കൂടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം എന്തായി? ന്യൂ സൈഡ് എത്രയാണ്? ദ ന്യൂ സൈഡ് ഇസ് ഈക്വൽ ടു 100നോടുകൂടി 10 കൂട്ടി. അപ്പോൾ എത്ര? 110 ആയി. ഒരു പുതിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് 110 ആണ്. അപ്പം എന്ന് വെച്ചാൽ എല്ലാ എത്രയാണ്? 110. ഇതും 110, ഇതും 110, എല്ലാം 100. അപ്പോൾ ഏരിയ ഈക്വൽ ടു 110 × 110. ദ ന്യൂ ഏരിയ ഈക്വൽ ടു 110 × 100. അപ്പോൾ എന്താ? 11 × 11 121 20. ഇതാണ് പുതിയ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ? ഇൻക്രീസ് ചെയ്ത് എത്രത്തോളമാണ്? ആദ്യത്തേത് എത്രയായിരുന്നു? 10,000ൽ നിന്നും 12,100 ഇൻക്രീസ്. അപ്പോൾ ഇൻക്രീസ് ചെയ്ത് എത്രയാണ്? ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയാണ്? 2100 ആണ്. ദെൻ 2100 ഡിവൈഡഡ് ബൈ 10,000 പാർട്ട് ഇൻക്രീസ്ഡ്. Then percentage is equal to 2100 divided by 10,000 into 100. എല്ലാം കട്ടായി പോയാൽ ബാക്കി 21%. Last question. Ajay's salary is 25% more than Vijay's salary. By what percentage of Ajay's salary is Vijay's salary less? അജയൻ്റെ സാലറി എന്ന് പറയുന്നത് വിജയൻ്റെ സാലറിയേക്കാൾ 25% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അജയൻ്റെ സാലറി വിജയൻ്റെ സാലറിയുടെ എത്ര ശതമാനം കുറവാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അജയൻ്റെ സാലറിയേക്കാൾ വിജയൻ്റെ സാലറിയുടെ കുറവ് എത്ര പെർസെൻറ്റേജ് എന്നാണ് നോക്കാം. യഥാർത്ഥത്തിൽ നമുക്ക് അവരുടെ സാലറി അറിഞ്ഞുകൂടാ. അപ്പോൾ വിജയൻ്റെ സാലറി എന്ന് പറയുന്നത് വിജയൻ സാലറി നമുക്ക് വെറുതെ എടുക്കാം കേട്ടോ. എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് വിജയൻ സാലറി ഈസ് ലെറ്റായിട്ട് എടുക്കാം. വിജയൻ സാലറി ഈസ് 100 rupees. അയാളുടെ ശമ്പളം എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പം വിജയൻ്റെ സാലറി 100 ആണെങ്കിൽ അയാളെക്കാളും 25% കൂടുതലാണ് ആർക്ക്? അജയൻ്റെ സാലറി. അപ്പോൾ അജയൻ്റെ സാലറി എത്രയാണ്? അജയൻ സാലറി 125 ആയിരിക്കുമല്ലോ.
100ൻ്റെ 25% എന്ന് വെച്ചാൽ 25ആണ്. 25ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 125 കിട്ടും. Vijay's salary is 100 by 125 part of Ajay's salary. So its percentage is equal to 100 divided by 125 into 100. That is equal to 10,000 divided by 125. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 80% കിട്ടും. It is 100 minus 80, that is equal to 20%, less than അജയൻ്റെ സാലറി. അജയൻ്റെ സാലറിയേക്കാൾ 20% കുറവാണിത്.